ഗൈസ്, നിങ്ങൾക്ക് മൈഗ്രെയിൻ വന്നിട്ടുണ്ടോ? ഒരു രക്ഷയില്ല ഗൈസ്. ഇന്ന് മൈഗ്രെയിൻ വന്ന് റൂമിൽ തന്നെ കഴിച്ചു വിട്ടുണ്ടാവുന്നൊരാൾ. ഇന്ന് റൂമിൽ തന്നെ ആയിരുന്നു. ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഈ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈഗ്രെയിൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമായിട്ട് അറിയുള്ളൂ. നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് നോർമലി തലവേദന അല്ലേ എന്ന് വിചാരിക്കും. ഇതല്ല ഗൈസ്, എല്ലാം പോവും. തലയ്ക്കൊക്കെ ഒരു മരവിപ്പ്, വായെല്ലാം ഇങ്ങനെ കഴിച്ച് അങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം പകൽവട്ടം കാണുക പോലും ഉണ്ടാവില്ല. എന്തിനാ ഗൈസ്, വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ വേറെ ആരെങ്കിലും വേണം ചെയ്യാൻ. അപ്പോൾ ഞാനൊന്ന് ആവി പിടിച്ച് നോക്കാം. ഗുളികയൊന്നും കഴിച്ചിട്ട് ഏൽക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആവി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പനിക്കൂർക്കയും തുളസിയൊക്കെ പറിക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പം നേരം വെളുത്തിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത് ആ സമയത്ത്. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു പ്രത്യേക ഒരു ഫീലൊക്കെ ആയിരുന്നു. വെട്ടൊക്കെ അടിക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ പുളിക്കണ പോലെ. ഇതൊക്കെ നമ്മൾ തന്നെ ചെറിയൊരു കഷ്ണം കൊണ്ടുവന്ന് നട്ടതാട്ടോ. കൊണ്ടുവന്ന് നട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ താഴേക്ക് വീണതാണ് ക്ലീനാക്കി ഇപ്പോൾ. അപ്പം ഞാനതെടുത്ത് നട്ടതാണ്. പക്ഷെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് വായിക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ വായിക്ക് കയ്പ്പല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കാനൊക്കെ തോന്നും. അപ്പം പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് നമ്മുടെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് നല്ല അടിപൊളി ഇറച്ചിച്ചോറ് മേടിച്ച് അതും കഴിച്ചു. ചോറിൻ്റെ ഒപ്പം തന്നെ നല്ല നാരങ്ങളും കലക്കി കുടിച്ചു. പിന്നെ നമ്മൾ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രേമലു. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു മൈഗ്രെയിൻ ഡേയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.